അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നിലച്ചിട്ടില്ല. അത് വീണ്ടും പാർട്ടി പ്രവർത്തകർ തന്നെ ആ ചുമതല ഏറ്റെടുക്കുന്നു. അതാണിപ്പോൾ തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ കാണുന്നത്. പോലീസ് നോക്കി നിൽക്കെ തന്നെയാണോ ഡിവൈഎഫ്ഐ പോലീസിന്റെ പണിയെടുക്കുന്നത്? വലിയ തോതിലുള്ള സംഘർഷമാണ് എല്ലായിടങ്ങളിലും ഉണ്ടാകുന്നത്. ഈ പരിപാടി ആരംഭിച്ചപ്പോൾ മുതൽ ഇങ്ങ് കൊല്ലം വരെ ഏകപക്ഷീയമായിരുന്നു ആക്രമണമെങ്കിൽ പിന്നീട് പക്ഷേ യൂത്ത് കോൺഗ്രസുകാരും യുവമോർച്ചക്കാരും എല്ലാം തിരിച്ചടിക്കാൻ തീരുമാനിച്ചതോടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തലസ്ഥാനത്തിന്റെ തെരുവോരങ്ങളെല്ലാം സംഘർഷഭരിതമാകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാനാവുന്നത്. ഇന്നലെ ആറ്റിങ്ങലിൽ അതോടൊപ്പം തന്നെ ചിറയൻകീഴ് വെഞ്ഞാറമ്മൂട് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിലുള്ള സംഘർഷമുണ്ടായി. അത് പരസ്പരമുള്ള ഏറ്റുമുട്ടലായിരുന്നു പലയിടങ്ങളിലും ഉണ്ടായിരുന്നത്. ഇരുഭാഗത്തും നഷ്ടം സംഭവിക്കാൻ പരുവത്തിനുള്ള ഏറ്റുമുട്ടലുകൾ നടന്നു. അതിനുശേഷം രാത്രിയിലാണ് പിന്നീട് ഇതിന്റെ രണ്ടാം ഘട്ടം നടക്കുന്നത്. ആറ്റിങ്ങലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു എന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. ഡിവൈഎഫ്ഐ ആണ് അതിന് പിന്നിലെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള അവിടുത്തെ നഗരസഭാ കൗൺസിലറുടെ വീടിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണം ഉണ്ടായെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. പോലീസ് നോക്കി നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചത് എന്നുള്ളതാണ് അവരുടെ പരാതി. എന്തായാലും രണ്ട് കൂട്ടരുടെയും വീട് തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. രാത്രിയിൽ കൂട്ടമായ ആളുകളെത്തി വീട്ടിൽ കയറി വീട് തല്ലി തകർക്കുന്ന കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അതിനുശേഷമാണ് പിന്നീട് ഇന്ന് രാവിലത്തേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇന്നലത്തേതിന് സമാനമായി തന്നെ തുടർച്ചയായി സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. കാട്ടാക്കടയിൽ സംഘർഷമാണ്. രാവിലെ ഈ പോലീസ് നോക്കി നിൽക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നു. പിന്നീട് പിന്നാലെ എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അരുവിക്കരയിലും സംഘർഷം എന്നുള്ളതാണ്. അത് ഇപ്പോൾ നടന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി വീശി പോലീസുകാരിറങ്ങി. തൊട്ട് പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐക്കാരും ഈ കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ മർദ്ദിക്കാനായി എത്തി. അവിടെയും ഏറ്റുമുട്ടലുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുറെ അധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. മലൻകീട് പോലീസ് സ്റ്റേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. വലിയ തോതിലുള്ള സംഘർഷ ഭൂമിയായി തലസ്ഥാന നഗരി മാറുകയാണ്. അത് സെക്രട്ടേറിയറ്റിന് മുൻവശമാണ് എങ്കിലും പോലീസ് ആസ്ഥാനത്തിന് മുൻവശമാണ് എങ്കിലും ഏറ്റവും ഇവിടെ ഞാനിപ്പോൾ കാട്ടാക്കടയിലാണുള്ളത്. ഇവിടെയാണ് ഇനി അടുത്ത പരിപാടി നടക്കാനുള്ളത്. ഇവിടെ രാവിലെ സംഘർഷം ഉണ്ടായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രി കാളിദാസ ഓഡിറ്റോറിയത്തിൽ നിന്നും പിന്നീട് പരിപാടി നടക്കുന്ന ക്രിസ്ത്യൻ കോളേജിലേക്ക് പോകുന്നതിനിടയിൽ കുറേ അധികം സ്ഥലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്നും അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നെയ്യാറ്റിൻകരയിലേക്ക് പോകുമ്പോഴും പല ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടങ്ങളിലെല്ലാം കരിങ്കൊടി പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരുടെ രക്ഷാപ്രവർത്തനവും സമാനമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ ഉണ്ടാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സമാധാന അന്തരീക്ഷം ഈ നാട്ടുമ്പുറത്ത് പോലും അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഇപ്പോൾ ഇത്രയും കാലം അടി വാങ്ങി അതിന് തിരിച്ചു കൊടുക്കുന്നതെന്ന ന്യായീകരണം ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞെങ്കിലും ഇത് പോലീസുമായി നേർക്കുന്നുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു. വീണ്ടും ഡിവൈഎഫ്ഐക്കാർ സമാനമായ മുഖ്യമന്ത്രി അടക്കം പറയുന്ന ഈ രക്ഷാപ്രവർത്തനം ചെയ്യുന്നു. വടികളുമായി ഇങ്ങനെ നടക്കുകയാണ് റോഡിലൂടെ ചെറുപ്പക്കാർ. ഇത് ബാക്കി സാധാരണ മനുഷ്യർ കൂടി ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. ഈ പാർട്ടികൾ തമ്മിലുള്ള അടി അത് തെരുവിലും പിന്നെ വീടുകളിലേക്കും വീട്ടിലിരിക്കുന്ന പാവങ്ങളുടെ മേലേക്ക് കൂടിയാണ് ഈ അടിയുടെയൊക്കെ അടുത്ത ആഘാതങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് ഇനി ഇങ്ങനെ കൈയും കെട്ടി പോലീസ് നോക്കി നിൽക്കുകയാണോ? ഈ രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കളൊക്കെ ഈ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങളും പോസ്റ്റുകളുമായി നിറഞ്ഞു നിന്നാൽ പാവം സാധാരണക്കാരുടെ ജീവിതം കൂടി അപകടത്തിലാവും.